ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം കാരണം നമ്മുടെ സർക്കാരിന് ഇപ്പോൾ ശ്വാസം മുട്ടുകയാണ്. ആരും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ ചെയ്തു കൂട്ടിയ കൊള്ള പുറത്തു വന്നതോടെ പെട്ട അവസ്ഥയിലാണിപ്പോൾ. ദിവസങ്ങൾ കഴിയും തോറും സർക്കാരിന് നേരെയുള്ള SITയുടെ കുരുക്ക് മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴിതാ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കുറച്ചും കൂടി വ്യാപിപ്പിക്കുകയാണ്. അതായത് നേരത്തെ ശബരിമലയിലെ കൊടിമരത്തിലേക്ക് അന്വേഷണം നടത്തുമെന്ന് SIT സംഘം പറഞ്ഞിരുന്നു. അകത്ത് കിടക്കുന്ന തന്ത്രിയുടെ മൊഴികളിൽ നിന്നുമാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അന്വേഷണം നീണ്ടിരിക്കുന്നത് ശബരിമലയിലെ ശ്രീകോവിലിലെ പഴയ വാതിലിലേക്കും പ്രഭാമണ്ഡലത്തിലേക്കുമാണ്. ഇവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അനുമതി നൽകിയിരുന്നു. പിന്നാലെ ഇന്ന് തന്നെ അന്വേഷണ സംഘം പരിശോധന നടത്താൻ സന്നിധാനത്ത് എത്തുകയും ചെയ്യും. വാതിലിന്റെ അളവെടുക്കാനും സാമ്പിൾ ശേഖരിക്കാനുമായാണ് സംഘം എത്തുന്നത്. അതോടൊപ്പം പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിലുണ്ടോ എന്നും പരിശോധന നടത്തും. ദ്വാരപാലക ശില്പങ്ങൾ ഇവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. കൊടിമരം മാറ്റം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്താൻ പോകുന്നത്. SIT സംഘത്തോടൊപ്പം ഫോറൻസിക് സംഘവും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ അന്വേഷണത്തോടെ സർക്കാരിനുള്ള ഊരാക്കുരുക്കായി ഇത് മാറും. എങ്ങനെയൊക്കെ അഴിക്കാൻ നോക്കിയാലും ഇനിയും പെട്ടുപോകുന്ന അവസ്ഥയായിരിക്കും. കൂടാതെ അന്വേഷണം ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. DYSP, SI എന്നിങ്ങനെ 2 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തു കിടക്കുന്നവർക്കും പുറത്തുള്ളവർക്കും പണിയാകുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അകത്തുള്ളവർ പുറത്തിറങ്ങാൻ കുറച്ച് കഷ്ടപ്പെടും. അങ്ങനെ പണിയായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ അന്വേഷണങ്ങളും ആരോപണങ്ങളും സർക്കാരിനെതിരെ പ്രതിഫലിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ തിരഞ്ഞെടുപ്പിലും സർക്കാർ അടിതെറ്റി വീഴും. ഇത്തരത്തിൽ അന്വേഷണങ്ങൾ വ്യാപിച്ചാൽ അടുത്തത് അന്വേഷണ സംഘം എത്താൻ പോകുന്നത് പല മന്ത്രിമാരുടെ ഓഫീസുകളിലും വീടുകളിലേക്കുമായിരിക്കും. എന്നാൽ മാത്രമേ ഈ അന്വേഷണം സത്യസന്ധമായി നടന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കേസിൽ 16 പ്രതികളിൽ 11 പ്രതികളെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. കൂടാതെ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റു 3 പേരുടെ പങ്കാളിത്തം കൂടെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. 11ാം പ്രതിയായ ശങ്കരദാസിനെയാണ് ഏറ്റവും ഒടുവിലായി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 മാർച്ചിൽ പുതിയ വാതിലുകൾ പണിതതോടെ ശ്രീകോവിലിലെ പഴയ വാതിലുകൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 1998 സ്വർണം പൊതിഞ്ഞ വാതിലും പ്രഭാമണ്ഡലവുമാണ് സ്ട്രോങ് റൂമിലുള്ളത്. ഇവയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയാണ് SIT ഇപ്പോൾ സന്നിധാനത്തേക്ക് വരുന്നത്. സ്വർണം പൊതിഞ്ഞ വാതിലുകൾ 2019 ഇളക്കി മാറ്റിയെന്ന VSSCയുടെ റിപ്പോർട്ട് കോടതി സ്ഥിരീകരിച്ചിരുന്നു. കെമിക്കൽ പരിശോധന നടത്തിയപ്പോൾ വ്യത്യാസമുള്ളതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ രേഖപ്പെടുത്തിയാൽ കേസിനെ അത് വളരെ നിർണായകമായ വഴിത്തിരിവിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തന്ത്രിയുടെ വീട്ടിൽ നിന്നും വാജിവാഹനം കണ്ടെത്തിയ കാര്യം SIT ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 2017 പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിച്ചപ്പോൾ പഴയതിലെ വാജിവാഹനം പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് തന്ത്രി കണ്ഠര് രാജീവർക്ക് കൈമാറിയിരുന്നു എന്നാണ് പറയുന്നത്. തന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് അത് കണ്ടെത്തിയത്. ഏതായാലും ഇത്തരത്തിൽ സർക്കാരിനെ പെടുത്തുന്ന തരത്തിൽ അന്വേഷണവും മൊഴികളും വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തലയൂരാൻ നോക്കിയാലും കള്ളി വെളിച്ചത്ത് വരും. അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാ മന്ത്രിമാരും രാജിവെച്ച് പോകുന്നതാകും നല്ലത്.